ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിഖർ സബഖ് 45. വബഖിയ ബൈന സ്വഹാബത്തി വത്താബിഈന. സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ഇടയിൽ ബാക്കിയായി അവശേഷിച്ചു തബഖത്തുൻ, ഒരു മർത്തബയിലുള്ള ആളുകൾ, ഒരു തബക്ക. എങ്ങനത്തെ തബക്കയാണ്? ഉഖ്തുലിഫ ഫീ ഇൽഹാഖിഹിം, ആ തബക്കയിലുള്ള അവരെ ചേർക്കുന്നതിൽ മുഹദ്ദിസീങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമാക്കപ്പെട്ടു. ബി അയ്യിൽ ഖിസ്മൈനി, രണ്ട് വിഭാഗത്തിൽ ഏതിലേക്കാണ് ചേർക്കുക എന്നതിൽ അഭിപ്രായ വ്യത്യാസമാക്കപ്പെട്ടു. രണ്ട് വിഭാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് സഹാബത്തും മറ്റൊന്ന് താബിഈൻ. അപ്പൊ താബിഈങ്ങളിലേക്കാണോ ഇവരെ ചേർക്കുക, അതല്ല സഹാബത്തിലേക്കാണോ ചേർക്കുക എന്നതിൽ അഭിപ്രായ വ്യത്യാസമാക്കപ്പെട്ട ഒരു തബക്കയിലുള്ള ആളുകൾ സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ഇടയിൽ അവശേഷിച്ചു. വഹും, അവര് അൽ മുഖ്ലറമൂൻ അല്ലദീന അദ്റകു അൽ ജാഹിലിയ്യത വൽ ഇസ്ലാമ വലം യറവുൻ നബിയ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നാണ്. അവർക്ക് മുഖ്ലറമീങ്ങൾ എന്നാ പറയാ. അല്ലദീന, എങ്ങനത്തെ മുഖ്ലറമീങ്ങളാണ്? അദ്റകു അൽ ജാഹിലിയ്യത വൽ ഇസ്ലാമ, ജാഹിലിയ കാലഘട്ടവും അവരെത്തിച്ചു, ഇസ്ലാമിനെയും അവരെത്തിച്ചു, ഇസ്ലാമിക സമനും എത്തിച്ചു. പക്ഷെ വലം യറവുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരെന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അങ്ങനത്തെ ആളുകളാണ് ഈ മുഖ്ലറമീങ്ങൾ. മുഖ്ലറം എന്ന് അവർക്ക് പേര് കിട്ടിയത് അവിടെ ഷാരിഹ് പറയുന്നുണ്ട്. വഹുമുൽ മുഖ്ലറമൂന സുമ്മു ബിദാലിക ലിഅന്നഹും ഖലറമു ഐ ഖതഉ അൻ നളാഇരിഹിം മിനൽ മുസ്ലിമീന. മുസ്ലിമീങ്ങളിൽ നിന്ന് അവരോട് സമാനമായ ആളുകളെ തൊട്ട് ഇവരെന്ത് ചെയ്തു? മുറിഞ്ഞു. ഖതഉ ഹൈസു ആസറു അസ്സഹാബത്ത, സഹാബത്തിനോട് മുആസിരീങ്ങളായവർ. പക്ഷേ വലം യഹ്സുൽ ലഹും റുഇയത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ കാണൽ അവർക്ക് കരസ്ഥമായിട്ടില്ല. അല്ലദീന അദ്റകു അൽ ജാഹിലിയ്യത എന്നാണ്. സിഗാറൻ കാനു ഔ കിബാറൻ, അവർ ചെറിയവരാവട്ടെ വലിയവരാവട്ടെ. ഫി ഹയാത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തും പിന്നെ ജീവിതകാലത്ത് പിന്നെ തങ്ങളുടെ ജീവിതകാലത്ത് അവർ ചെറിയവരാവട്ടെ വലിയവരാകട്ടെ. പിന്നെ ജാഹിലിയത്ത് വൽ ജാഹിലിയത്തു, ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് അഭിപ്രായ വ്യത്യാസമുണ്ട്. ജാഹിലിയ കാലം എന്ന് പറയുന്നത് രണ്ട് അഭിപ്രായമാണ്. ഒന്ന് മാ ഖബിലൽ ബിഅസത്തി, ബിഅസത്തിന് മുമ്പുള്ള ഒരു സമയം, ആ കാലഘട്ടമാണ് ജാഹിലിയത്ത്. അത് സുമ്മു ബിദാലിക ലികസറത്തി ജഹാലത്തിഹിം, അവിടെ വിവരക്കേടുകൾ അധികരിച്ചത് കൊണ്ടാണ് അങ്ങനെ ജാഹിലിയത്ത് എന്ന് പേരിട്ടതെന്ന്. അപ്പൊ ബിഅസത്തിന് മുമ്പുള്ള കാലഘട്ടത്തിനാണ് ജാഹിലിയത്ത് എന്ന ഒരഭിപ്രായം. വഖീല എന്ന മറ്റൊരു അഭിപ്രായം മാ ഖബില ഫത്ഹി മക്ക, മക്കം ഫത്ഹിന് മുമ്പുള്ള പിന്നെ ഒരു സമയം, ആ കാലഘട്ടമാണ്. കാരണം ലി സവാലി അംരിൽ ജാഹിലിയത്തി, ജാഹിലിയ കാലത്തെ അമ്രുകൾ, ആ കാര്യങ്ങളൊക്കെ നീങ്ങി. പിന്നെ ഹീന ഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ച സമയം, സന്ദർഭം മുതൽ ഹീന യൗമൽ ഫത്ഹ്, ഫത്ഹിന്റെ ദിവസം. എന്നിട്ട് വബ്തല ഉമൂറൽ ജാഹിലിയ, ജാഹിലിയ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി അവിടെ ബാത്തിലാക്കി. ഇല്ലാമാക്കാൻ മിൻ സിഖായത്തുൽ ഹാജി വ സിദാനത്തിൽ കഅബത്തി, ആ രണ്ട് കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് പിന്നെ ബാക്കി എല്ലാ നബിതങ്ങൾ ഉമൂറു ജാഹിലിയത്ത് മുഴുവനും ബാത്തിലാക്കി. അപ്പൊ അതുകൊണ്ട് അവിടെ മുതൽ ഫത്ഹ് മക്കയ്ക്ക് മുമ്പുള്ള ആ സമയമാണ് ജാഹിലിയത്ത്, ബിഅസത്തിന് മുമ്പുള്ളതല്ല എന്നൊരഭിപ്രായം. അതുകൊണ്ടാണ് ഇമാം മുസ്ലിം റഹ്മഹുല്ലാ പിന്നെ യസീർ ബിൻ അംർ എന്നവരെ മുഖ്ലറമീങ്ങളിൽ ആളാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹം
പിന്നെ ഹിജറയുടെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തിട്ട് പ്രസവിക്കപ്പെട്ടത്. അങ്ങനെ നബി തങ്ങൾ വഫാത്താവുന്ന സമയത്ത് അദ്ദേഹത്തിന് 10 വയസ്സിൽ താഴെ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ അദ്ദേഹം എന്താണ് ജാഹിലിയ കാലം എത്തിച്ചു, പിന്നെ ഇസ്ലാമിനെ എത്തിച്ചു. കാരണം ജാഹിലിയ കാലം എത്തിച്ചു എന്ന് പറഞ്ഞാൽ മക്കം 10 മുമ്പാണല്ലോ. ഹിജറയുടെ സമയം എന്ന് പറഞ്ഞാൽ പിന്നെ മക്കം 10 മുമ്പല്ലേ. അപ്പോൾ ജാഹിലിയത്തിനെ എത്തിച്ചു. അല്ല ബിഅ്സത്തിന് മുമ്പ് എന്ന് വെക്കുകയാണെങ്കിൽ ഈ യസീർ ബിൻ അംർ എന്നവരെ മുഖ്തറമീങ്ങളിൽ എണ്ണാൻ പറ്റൂല. പിന്നെ അപ്പോൾ ഈ രണ്ടാമത്തെ അഭിപ്രായം അനുസരിച്ചാണ് അത് മുസ്ലിം എന്നവർ മുഖ്തറമീങ്ങളിൽ അദ്ദേഹത്തിന് എണ്ണിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ജാഹിലിയത്ത് എന്നുള്ളതിൽ 2 അഭിപ്രായമുണ്ട്, ജാഹിലിയ കാലം എന്നുള്ളതിൽ. അപ്പോൾ ജാഹിലിയത്തിനെയും അപ്പോൾ ഇസ്ലാമിനെയും എത്തിച്ച ഈ ആളുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അവരാണ് ഈ മുഖ്തറമീങ്ങൾ. അപ്പോൾ അവരെ ആരുടെ കൂട്ടത്തിൽ പെടുത്തു വന്നതിലാണ് ഖിലാഫ് ഉള്ളത്. ഫഅദ്ദഹും ഇബ്നു അബ്ദുൽ ബർർ. ഇബ്നു അബ്ദുൽ ബർർ എന്നവർ അവര് ഈ മുഖ്തറമീങ്ങളെ പറഞ്ഞു. അദ്ദ എന്ന് പറഞ്ഞാൽ അക്കറഹും, അവരെ പറഞ്ഞു. ആരുടെ കൂട്ടത്തിൽ പറഞ്ഞു? സഹാബത്തി, സഹാബത്തിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തു? ഇവരെ പറഞ്ഞു. പിന്നെ ഇബ്നു അബ്ദുൽ ബർർ എന്നവരുടെ അൽ-ഇസ്തിആബു ഫി മഅരിഫത്തിൽ അസ്ഹാബ് എന്ന ഗ്രന്ഥത്തിൽ സഹാബത്തിനെ പറയുന്നതിന്റെ ഇടയ്ക്ക് ഈ മുഖ്തറമീങ്ങളെ കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വദ്ദഅ ഇയാദുൻ, ഖാദി ഇയാദ് റഹ്മഹുല്ലയും വഗൈറുഹു, അവരല്ലാത്തവരും വാദിച്ചു. എന്താ വാദിച്ച? അന്ന ഇബ്നു അബ്ദുൽ ബർർ, ഈ ഇബ്നു അബ്ദുൽ ബർർ റഹ്മഹുല്ല അവര് യഖൂലു, അവര് പറയുന്നു, ഇന്നഹും ആ മുഖ്തറമീങ്ങൾ സഹാബത്തുൻ, അവര് സഹാബികളാണ് എന്ന് ഇബ്നു അബ്ദുൽ ബർർ എന്നവർ പറയുന്നു എന്നാണ് ഇപ്പോൾ ആര് വാദിച്ചത്? പിന്നെ ഖാദി ഇയാദും മറ്റുള്ളവരും വാദിച്ചത്. എന്നാൽ വഫീഹി, ആ വാദത്തിൽ നദറുൻ, അതിൽ നദറുണ്ട്. കാരണം ലി അന്നഹു, ഈ ഇബ്നു അബ്ദുൽ ബർർ റഹ്മഹുല്ല അഫ്സഹ ഫി ഖുത്ബത്തി കിതാബിഹി, അദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞ ആ കിതാബിന്റെ പിന്നെ തുടക്കത്തിൽ അതിന്റെ ഖുത്ബയിൽ ആമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ബി അന്നഹു ഇന്നമാ ഔറദഹും, ഈ മുഖ്തറമീങ്ങളെ അദ്ദേഹം കൊണ്ടുവന്നത് ലി യകൂന കിതാബുഹു, അദ്ദേഹത്തിന്റെ കിതാബ് ആകാൻ വേണ്ടിയിട്ടാണ്, ജാമിഅൻ ഒരുമിച്ച് കൂട്ടുന്നത്, മുസ്തഈബൻ വ്യാപകമാക്കുന്നതും, ലി അഹ്ലിൽ ഖർനിൽ അവ്വലി ഒന്നാം നൂറ്റാണ്ടിലുള്ള എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു കിതാബാകാൻ വേണ്ടിയിട്ടാണ് ഈ മുഖ്തറമീങ്ങളെ കൂടെ പറഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? ഇബ്നു അബ്ദുൽ ബർർ എന്നവര് ഈ മുഖ്തറമീങ്ങളെ എന്ത് ചെയ്തിട്ടില്ല, സഹാബത്താണെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് സഹാബത്തിനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അവരെയും കൂടെ പറഞ്ഞു. അത് കാരണം അത് ആ കർണിലുള്ളവരെ മുഴുവനും ഒരുമിച്ച് കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇവര് വാദിച്ച ഖാദി ഇയാദും വൈറും വാദിച്ച ആ വാദത്തിൽ എന്തുണ്ട്? നദറുണ്ട്. എന്നാൽ വസ്സഹീഹു, അവിടെ സഹീഹായ അഭിപ്രായം ഇവരെ സംബന്ധിച്ച് അന്നഹും, ഈ മുഖ്തറമീങ്ങൾ മഅദൂദൂന ഫീ കിബാരി താബിഈന, അവർ കിബാറു താബിഈങ്ങളിൽപ്പെട്ട ആളുകളാണ്. കാരണം പിന്നെ അവർക്ക് സഹാബത്തിനോട് കൂടുതൽ മുലാസമത്ത് സ്ഥിരപ്പെട്ടതുകൊണ്ട് അവർ കിബാറു താബിഈങ്ങളാണ്. സവാഉൻ, സമമാണ്, ഉരിഫ അറിയപ്പെടൽ, അന്നൽ വാഹിദ മിൻഹും, ഈ മുഖ്തറമീങ്ങളിൽ നിന്ന് ഒരാൾ കാന മുസ്ലിമൻ ഫീ സമനിൻ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം മുസ്ലിം ആയിരുന്നു എന്ന് അറിയപ്പെടട്ടെ. പിന്നെ ഏതുപോലെ നജ്ജാഷി രാജാവിനെ പോലെ, പിന്നെ ഔല അല്ലെങ്കിൽ അറിയപ്പെടാതിരിക്കട്ടെ, ഏതായിരുന്നാലും അവരെന്താണ്? കിബാർ താബിഈങ്ങളിൽ പെട്ടവരാണ്. പക്ഷേ അത് ഈ ആ സഹീഹിൽ നിന്ന് ഇസ്തിദ്റാക്കായിട്ട് പറയാണ്. കാരണം സഹീഹ് അനുസരിച്ച് അവർ കിബാർ താബിഈങ്ങൾ മഅദൂദാണെന്ന് ഇപ്പം പറഞ്ഞു. എന്നാൽ ഇൻ സബത്ത, സ്ഥിരപ്പെട്ടാൽ, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹബിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ലൈലത്തൽ ഇസ്റാഇന്റെ രാത്രിയിൽ കുശിഫ ലഹു നബിതങ്ങൾക്ക് വെളിവാക്കപ്പെട്ടു അൻ ജമീഇ മൻ ഫിൽ അർളി ഭൂമിയിലുള്ള സർവരെ തൊട്ടും. അപ്പോൾ എല്ലാ ഭൂമിയിലുള്ള സർവരെയും നബിതങ്ങൾക്ക് അവിടെ കാണിക്കപ്പെട്ടു, വെളിവാക്കപ്പെട്ടു. ഫറആഹും അപ്പോൾ അവരെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഇസ്റാഇന്റെ രാത്രിയിൽ ഭൂമിയിലുള്ളവരെല്ലാം കണ്ടു. അപ്പോ അങ്ങനെ സ്ഥിരപ്പെട്ടാൽ കണ്ടു എന്നത് സ്ഥിരപ്പെട്ടാൽ ഫയംബഇ അപ്പോൾ അനിവാര്യമാകും എന്ത്? യുഅദ്ദ എണ്ണപ്പെടൽ ആരെ? മൻകാന മുഅ്മിനൻ ബിഹി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവനായ ഒരാളെ എപ്പോൾ? ഫി ഹയാത്തിഹി നബി തങ്ങളുടെ ഹയാത്തിൽ വിശ്വസിച്ചു. എന്ന് വിശ്വസിച്ചു? ഇതാക്ക ആ ഇസ്റാ നടക്കുന്ന രാത്രിയിൽ അന്ന് വിശ്വസിച്ച. ഇതാക്ക എന്ന് കൗലുള്ളപ്പോൾ പിന്നെ അവിടെ ഫി ഹയാത്തി എന്ന് വേണ്ടതില്ല എന്ന് ശുറാകൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ആ ഇസ്റാഇന്റെ രാത്രിയിൽ നബിതങ്ങളെ കൊണ്ട് വിശ്വസിച്ചവരായ ആരെല്ലാം ഉണ്ടോ അവരെയൊക്കെ എണ്ണപ്പെടണം. ഇവിടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ എണ്ണപ്പെടൽ അനിവാര്യമാണ്. വൈല്ലം യുലാഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം കണ്ടിട്ടില്ല എങ്കിലും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് കാണുന്നുണ്ടല്ലോ. ഇസ്രായിന്റെ രാത്രി എല്ലാവരെയും കണ്ടു എന്നല്ലേ പറഞ്ഞു. കാരണം റുഇയത്ത് ഒരു ഭാഗത്ത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, രണ്ടിലേതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് റുഇയത്ത് ഉണ്ടായാൽ മതിയെന്ന്. അപ്പോൾ നബി തങ്ങൾ ഇങ്ങോട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരങ്ങോട്ട് കണ്ടിട്ടില്ല എങ്കിലും അന്നത്തെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച ആരുണ്ടോ അവരെയൊക്കെ എണ്ണപ്പെടണം. ഫി സ്വഹാബത്തിൽ എണ്ണപ്പെടൽ അനിവാര്യമാണ്. കാരണം ലി ഹുസൂലി റുഇയത്തി മിൻ ജാനിബിഹി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹബിഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇവിടെ കാണൽ കരസ്ഥമായതിനു വേണ്ടി, ഇങ്ങോട്ട് കണ്ടു എന്ന കാരണത്തിന് വേണ്ടി അവരെ സഹാബത്തിൽ എണ്ണപ്പെടൽ അനിവാര്യമാണ് എന്ന്. അപ്പൊ അതാ സഹീഹിൽ നിന്ന് ഇസ്തിദ്റാക്കാക്കി പറഞ്ഞു. ഫൽ കിസ്മുൽ അവ്വലു അപ്പോൾ ഒന്നാമത്തെ കിസ്മ് ഇമ്മ തഖദ്ദമ ദിക്റുഹു മിനൽ അഖ്സാമി സലാസത്തി ഈ ഇസ്നാദിന്റെ 3 അഖ്സാമുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ആ പറഞ്ഞതിൽ നിന്ന് മുമ്പ് പറഞ്ഞ ഒന്നിൽ നിന്ന് ആദ്യത്തെ കിസ്മ് ബഹു അതേതാണ്? ആദ്യത്തത് മാ യന്തഹി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹ്ബിഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അറ്റമാകുന്ന ഒന്നാണ്. എന്തറ്റമാകുക? ഗോയത്തുൽ ഇസ്നാദി ഇസ്നാദിന്റെ ഗോയത്ത് അങ്ങോട്ട് അറ്റമാകുക. ആ ഒന്ന് നബിതങ്ങളിലേക്ക് അറ്റമാകുന്ന അത് വഹുവൽ മർഫൂഉ ആ ഒന്നാമത്തെ ഖിസ്മാണ് മർഫൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സവാഉൻ കാന ദാലിക്കൽ ഇന്തിയാഉ ബി ഇസ്നാദിൻ മുത്തസിലിൻ അംല ആ നബിതങ്ങളിലേക്ക് ആ സനദ് അറ്റമാകൽ മുത്തസിലായ സനദ് കൊണ്ടാകട്ടെ അല്ല മുത്തസിലായ സനദ് അല്ലാത്തത് കൊണ്ടാകട്ടെ, ഏതായാലും നബിതങ്ങളിലേക്ക് അത് ആ മത്തിന് പിന്നെ മാ എന്തഹി എന്ന് പറഞ്ഞാൽ ഒരു മത്തിന് എന്തഹി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് ചെന്നെത്തുന്നത്. അതിന്റെ പിന്നെ എന്നാൽ അത് മുത്തസിലായ സനദോടുകൂടെയായ അല്ലാതെ ആയാലും അതിന് മർഫൂ ആയ ഹദീസ് എന്നാണ് പറയുക ആ കിസ്മിന്. അസ്സാനി രണ്ടാമത്തത് അൽ മൗഖൂഫു രണ്ടാമത്തത് മൗഖൂഫാണ്. വഹുവ ആ മൗഖൂഫ് എന്നുള്ളത് അതെങ്കിൽ രണ്ടാമത്തെ യന്തഹി ഇല സഹാബിയിലേക്ക് ചെന്ന് എത്തുന്ന സനദ് എന്നെത്തുന്ന ഹദീസ് അതിന് മൗഖൂഫ് എന്ന് പറയും. വസാലിസു മൂന്നാമത്തെ അൽ മഖ്തൂഉ മഖ്തൂ എന്ന പേരിലാണ് അറിയപ്പെടുക. വഹുവ മാ യന്തഹി ഇല താബിയിലേക്ക് സനദ് എന്നെത്തുക, അതിന് മഖ്തൂ എന്ന് പറയാം. ഇനി വമൻ ദൂന താബി അപ്പോ താബിന് താഴെയുള്ള ആളിലേക്കാണ് ഈ സനദ് എന്നെത്തുന്നെങ്കിലോ ആ മത്തിന് സനദ് അങ്ങോട്ടാണ് എത്തുന്നതെങ്കിൽ അതാ താഴെയുള്ളതാരാ? മിൻ അത്ബാഇ താബീങ്ങൾ വമൻ ബഅദഹും അവർക്ക് ശേഷമുള്ള ആളുകളാൽ. അപ്പൊ അവരുടെയൊക്കെ ഹദീസ് ഫീഹി അവരുടെ ആ ഹദീസിൽ പേര് വെക്കുന്നതിൽ തസ്മിയത്തി പേര് വെക്കുന്നതിൽ താബിന് താഴെയുള്ള ആളുകൾ മിസ്ലുഹു ഈ താബിനെ പോലെയാകുന്നു. മിസ്ലു മാ യന്തഹി ഇല താബി ഫീഹി മിസ്ലുഹു എന്നതിന്റെ ഒന്നായിട്ട് തഫ്സീറാണത്.
ഐ മിസ്ലുമാ എന്തഹിയിലെ താബിഴി താബിയിലേക്ക് അറ്റമാകുന്ന ഒന്ന് പോലെയാണ്, പിന്നെ ഒരു ഹദീസ് പോലെയാണ് എന്തിൽ ഫി തസ്മിയത്തി ജമീ ദാലിക അതിനെല്ലാത്തിനും പേര് വെക്കുന്നതിൽ, പിന്നെ മഖ്തൂ എന്ന് പേര് വെക്കുന്നതിൽ എന്താണ് താബിയിലേക്ക് ചെന്നെത്തുന്നത് ആയ ഒന്ന് പോലെയാണ്. ഏത്? താബീന്റെ താഴെയുള്ള ആളുകൾ. അപ്പോൾ താബീന് താഴെയുള്ള താബീങ്ങളുടെ ഹദീസിനും എന്ന് പേര് പറയുമെന്നാ പറഞ്ഞത്, മഖ്തൂ എന്ന പേര് പറയും. വൈൻഷിത്ത ഇനി നീ ഉദ്ദേശിച്ച കുൽത്ത നിനക്ക് പറയാം. ഈ താബിയിലും അതുപോലെ താബീങ്ങളും താബീന് താഴെയുള്ള ആളുകളിലും അവരുടെയൊക്കെ ഹദീസ് പറയുമ്പോൾ മൗഖൂഫുൻ അലാ ഫുലാനിൻ, ഇത് ഇന്ന ഫുലാനിന്റെ മേൽ എന്താണ് മൗഖൂഫാണ് എന്ന് അങ്ങനെ വേണമെങ്കിലും പറയാം. മഖ്തൂ എന്ന് പറയണമെന്നില്ല. പിന്നെ ഫഹസൽതു തഫറുഖത്തു അപ്പോൾ എന്ത് ചെയ്തു? വ്യത്യാസം കർശനമായി ഫിൽ ഇസ്തിലാഹി ബൈനൽ മഖ്തൂഇ വൽ മുൻഖത്തിഇ. മുൻഖത്തി മഖ്തൂ ഇത് രണ്ടിന്റെ ഇടയിൽ ഇസ്തിലാഹിലുള്ള വ്യത്യാസം മുമ്പ് നമ്മൾ മുൻഖത്തിനെ പറഞ്ഞിരുന്നു. ഫൽ മുൻഖത്തി എന്ന് പറഞ്ഞാല് അപ്പോൾ മുൻഖത്തി എന്ന് പറഞ്ഞാൽ ഈ മബാഇസുൽ ഇസ്നാദി, അത് ഇസ്നാദിന്റെ മബാഇസിൽ പെട്ടതാണ്. അപ്പോൾ സനദിൽ നിന്ന് റാവി എന്താണ് ഇടയ്ക്ക് നിന്ന് കൊഴിഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ മുൻഖത്തി എന്ന് മുമ്പ് പറഞ്ഞിരുന്നത്. അപ്പം ഇസ്നാദിന്റെ മബാഇസിൽ പെട്ടാണ് മുൻഖത്തി എന്നുള്ളത്, കമാ തക്കത്ത മുമ്പ് പറഞ്ഞതുപോലെ. എന്നാൽ വൽ മഖ്തൂ എന്നുള്ളത് ഈ മബാഇസുൽ മത്തിനി, അത് മത്തിനിന്റെ മബാഇസിൽ പെട്ടാണ്. മത്തിനിന്റെ മബാഇസിൽ പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടുള്ള ഉദ്ദേശം പിന്നെ സനദോടുകൂടെയുള്ള മത്തിന്. അപ്പോൾ മഖ്തൂ എവിടെ ചെന്നാണ് എത്തുന്നത്? മഖ്തൂ ഇപ്പം താബിയിലേക്ക് അല്ലെങ്കിൽ താബിയിലേക്കാണല്ലോ മഖ്തൂ എന്നെത്തുക. പിന്നെ മുൻഖത്തിന്റെ പിന്നെ മത്തിന് എവിടേക്ക് എത്തും? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്താം, താബിയിലേക്ക് എത്താം, അങ്ങനെ എത്താം. അത് ഇസ്നാദിനെ കുറിച്ചുള്ള ബഹസാണ് മുൻഖത്തി എന്നുള്ളത്. മഖ്തൂ അത് താബീന്റെ വാക്കോ അല്ലെങ്കിൽ താബീന്റെ വാക്കിലേക്കാണ് എത്തുക. അതാണ് അതുകൊണ്ട് മത്തിനിന്റെ മവായിസിൽ പെട്ടാണെന്ന് പറഞ്ഞത്, കമാത്തറ നീ കാണുന്നത് പോലെ. എന്നാൽ വഖദ് അത്ലഖ ബഅ്ളുഹും ചിലര് പറഞ്ഞു ഹാദ ഈ മഖ്തൂനെ പറഞ്ഞു ഫി മൗളി ഹാദ ഈ മുൻഖത്തിന്റെ മൗളിയിൽ, വബിൽ അക്സി തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും. മുൻഖത്തിനെ പറയുന്നിടത്ത് മൗലു പറഞ്ഞിട്ടുണ്ട്, മഖ്തൂ പറഞ്ഞിട്ടുണ്ട്. മഖ്തൂവിനെ പറയുന്നിടത്ത് എന്താക്കിയിട്ടുണ്ട്? മുൻഖത്തിനെ പറഞ്ഞിട്ടുണ്ട്. തജബൂസൻ അനിൽ ഇസ്തിലാഹി ഇസ്തിലാഹിനെ തൊട്ട് ജായിസായിട്ട് പിന്നെ മജാസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പിന്നെ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. വയുഖാലു ലിൽ അഖീറൈനി അവസാനം പറഞ്ഞ രണ്ടെണ്ണത്തിന് പറയപ്പെടും. അവസാനം പറഞ്ഞ രണ്ടേതാ? അയിൽ മൗഖൂഫി വൽ മഖ്തൂഇ. അഖീറൈനി പറഞ്ഞാൽ മൗഖൂഫി വൽ മഖ്തൂഇ. മൗഖൂഫിനും മഖ്തൂഇനും ഇതിന് രണ്ടിനും പറയപ്പെടും അൽ അസറു, അസർ എന്ന് പറയപ്പെടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അറ്റമാകുന്ന മർഫൂഇനക്ക് എന്ത് പറയില്ല? അസർ എന്ന് പറയില്ല. സഹാബിയിലേക്കും അതുപോലെ തന്നെ പിന്നെ താബിയിലേക്കും അറ്റമാകുന്നതിനാണ് എന്ത് എന്ന് പറയുന്നത്? അസർ എന്ന് പറയുന്നത്. ഇനി വൽ മുസ്നദു, മുസ്നദ് എന്ന് പറഞ്ഞാൽ ഫി ഖൗലി അഹ്ലിൽ ഹദീസ്, അഹ്ലുൽ ഹദീസുകാരുടെ വാക്കിൽ മുസ്നദ് എന്ന പരാമർശം വരും. ആദാ ഹദീസുൻ മുസ്നദുൻ, ഇത് മുസ്നദായ ഹദീസാണ് എന്നിങ്ങനെ മുസ്നദ് എന്ന് പറയുന്ന വാക്ക് ഹുവ മർഫൂഉ സഹാബിയിൻ, അതൊരു സഹാബിയിന്റെ മർഫൂ ആണ്. സഹാബി എന്ത് ചെയ്യാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അത് റഫ് ചെയ്തതാണ്. ബി സനദിൻ, ഒരു സനദ് കൊണ്ട് എന്ത് ചെയ്തു? മർഫൂ ആക്കപ്പെട്ടാണ്. ലാഹിറുഹു, ആ സനദിന്റെ ലാഹിർ അൽ ഇത്തിസാരു മുത്തസിലാണ്. അപ്പം ലാഹിർ മുത്തസിലായ ഒരു സനദ് കൊണ്ട് സഹാബി റഫ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? മുസ്നദ് എന്ന് പറയുന്നത്. അപ്പോൾ കൗലി, ഈ എൻ്റെ വാക്ക് മർഫൂഉൻ എന്ന വാക്ക് കൽ ജിൻസി, അത് പിന്നെ ജിൻസ് പോലെയാണ്. കൗലി സഹാബിയുൻ എന്ന വാക്ക് കൽ ഫസ്ലി, അത് ഫസ്ല് പോലെയാണ്. അപ്പോൾ യുഖ്രിജു, അപ്പോൾ എന്ത് ചെയ്യും? ആ ഫസ്ല് ഖാരിജാക്കും. എന്തിനെ ഖാരിജാക്കും?
മാ റഫഅഹു താബിഇയ്യു, താബിഇ റഫ് ചെയ്ത ഒന്നിനെ. ഇപ്പം മർഫൂ സഹാബി എന്നല്ലേ പറഞ്ഞു. അപ്പം താബിഇ മർഫൂ ആക്കിയ ഒരു മത്ന് വാചകം ഫഇന്നഹു മുർസലുൻ. അപ്പോൾ അതെന്താണ്? മുർസലാണ്. താബിഇന്റെ മർഫൂ, താബിഇ മർഫൂ ആക്കിയ ഈ മാ എന്ന് പറഞ്ഞാൽ ഒരു ഖൗല്, റഫഅഹു ആ ഖൗലിനെ റഫ് ചെയ്തു, ആ താബിഇ റഫ് ചെയ്ത ഖൗല് ഫഇന്നഹു മുർസലുൻ. ഔ മൻ ദൂനഹു, അല്ലെങ്കിൽ താബിഇന് താഴെയുള്ള ആളുകൾ റഫ് ചെയ്താണെങ്കിൽ ഫഇന്നഹു മുഅല്ലലുൻ, അതിനെന്താണ്? മുഅല്ലല് എന്നാണ് പറയുക. ഔ മുഅല്ലഖുൻ, അല്ലെങ്കിൽ മുഅല്ലഖ് എന്നാ പറയുക. മുഅല്ലല് എന്ന് പറഞ്ഞാൽ താബിയോ സഹാബിയോ ഒക്കെ സാക്കിത്തായാൽ ആണല്ലോ മുഅല്ലല് എന്ന് പറയാം. പിന്നെ മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, അതിൻ്റെയൊക്കെ തരീഫും തഫ്സീറും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. റാവികളുടെ ഇസ്നാദിന്റെ റാവി എല്ലാം കളഞ്ഞിട്ട്, മൊത്തത്തിൽ കളഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഖൗലിന്മേൽ മാത്രം ചുരുക്കിയിട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറയാം. അതിനുള്ള മുഅല്ലഖ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊന്നെങ്കിലും എന്ത് ചെയ്യും, താബിഇന് താഴെയുള്ള ആളുകൾ റഫ് ചെയ്താൽ ഒന്നെങ്കിൽ മുഅല്ലലാകും, അല്ലെങ്കിൽ മുഅല്ലഖാകും. പിന്നെ ഖൗലി, എൻ്റെ വാക്ക്, ഈ മുസ്നദിന്റെ താരീഫിൽ പറഞ്ഞ വാക്ക്, ലാഹിറുഹു ബിസനദിൻ ലാഹിറുഹു അൽ ഇത്തിസാലു എന്ന് പറഞ്ഞത്. ലാഹിറുഹു അൽ ഇത്തിസാലു എന്ന വാക്ക് യുഖ്രിജു, ആ വാക്ക് പുറപ്പെടുവിക്കുന്നു, മാ ഒരു സനദിനെ പുറപ്പെടുവിക്കുന്നു. എങ്ങനത്തെ സനദ്? ലാഹിറുഹു, ആ സനദിന്റെ ലാഹിർ, അൽ ഇൻഖിതാഉ, ആ ഇൻഖിതാ ആണ് ആ സനദിന്റെ ലാഹിർ. ഇടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? റാവി കൊഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ സനദാണെങ്കിൽ അപ്പോൾ അത് മുസ്നദ് എന്നതിന് പറയില്ല. അപ്പോൾ അതിനെ ഖാരിജാക്കുന്നു. ഇനി വയദുഖുലു, ഈ മുസ്നദിൽ പ്രവേശിക്കും, മാ ഒരു സനദ് പ്രവേശിക്കും. എങ്ങനത്തെ സനദ്? ഫീഹി, അതിലുണ്ടല്ലോ ഇഹ്തിമാലു, ഇൻഖിത ആണോ ഇൻഖിത അല്ലയോ എന്ന് ഇഹ്തിമാലുള്ളതായ ഒരു സനദ് എന്ത് ചെയ്യും? ഈ മുസ്നദിന്റെ കൂട്ടത്തിൽ പ്രവേശിക്കും. അതുപോലെ തന്നെ വമാ, ഒരു സനദും പ്രവേശിക്കും. യൂജദു ഫീഹി, ആ സനദിൽ എത്തിക്കപ്പെട്ടു, ഹഖീഖത്തുൽ ഇത്തിസാലി, ഹഖീഖത്തുൽ ഇത്തിസാൽ എത്തിക്കപ്പെട്ടു, അങ്ങനത്തെ ഒരു സനദും പ്രവേശിക്കും. ബിൽ മിൻ ബാബിൽ ഔല, ബാബിൽ ഔല കൊണ്ട്, ബിൽ ഔല കൊണ്ട് തന്നെ പ്രവേശിക്കും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ലാഹിറുഹു ബി സനദിൻ ലാഹിറുഹു അൽ ഇത്തിസാൽ എന്നാണ്. ഇത്തിസാൽ ലാഹിറായ സനദ് കൊണ്ട് ഉള്ളത് അത് മുസ്നദാണ്, മർഫൂ സഹാബി അത് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏതായാലും ഇപ്പം ലാഹിർ അങ്ങനെ ആയത് തന്നെ അതാണെങ്കിൽ പിന്നെ ഹഖീഖത്തുൽ ഇത്തിസാൽ ആയത് പിന്നെ പറയേണ്ടതില്ലല്ലോ, ആ മുസ്നദിൽ പെട്ടത് തന്നെയാണ്. ബിൽ ബാബിൽ ഔല കൊണ്ട് അത് പിന്നെ മുസ്നദിൽ പ്രവേശിക്കും. പിന്നെ വയുഫ്ഹമു മിന തഖീദി ബിൽളുഹൂരി, ഇവിടെ ളുഹൂർ കൊണ്ട് ഖൈദ് കൊടുത്തതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത് ഈ സനദിൻ ലാഹിറുഹു അൽ ഇത്തിസാലു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ ളുഹൂർ കൊണ്ട് ഖൈദ് കൊടുത്തതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത് അന്നൽ ഇൻഖിതാ അൽ ഖഫിയ, ഖഫിയായ ഇൻഖിതാ, ഖഫിയായ ഇൻഖിതാ അല്ല, ജലിയായ ഇൻഖിതാ അല്ല, ഖഫിയായ ഇൻഖിതാ, അത് ഏതുപോലെയൊക്കെ അൻഅനത്തിൽ മുദല്ലിസി, മുദല്ലിസിന്റെ അൻഅനത്ത്. അതുപോലെ തന്നെ വൽ മുആസിരില്ലദീന ലം യസ്ബുതു ലുഖിയുഹു, അദ്ദേഹത്തിന്റെ ലിഖാ സ്ഥിരപ്പെട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു സമകാലികന്റെ അൻഅനത്തും. അതുപോലെ മുദല്ലിസിന്റെ അൻഅനത്ത് പോലെ. ഇതാണിപ്പോൾ എന്താണ് ഖഫിയ ഇൻഖിതാ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻഖിതാ ലാ യുഖ്രിജു, അത് പുറപ്പെടുവിക്കല്ല ഹദീസ, ഹദീസിനെ പുറപ്പെടുവിക്കൂല്ല. അൻ കൗനിഹി മുസ്നദൻ, അത് മുസ്നദാകുക എന്നതിനെ തൊട്ട് എന്താക്കൂല, അത് പുറപ്പെടുവിക്കൂല്ല എന്ന് ഇപ്പോൾ ഈ ഖൈദ് ളുഹൂരി എന്ന് പറഞ്ഞ പിന്നെ ഖൈദ് മനസ്സിലാക്കി തരുന്നുണ്ട്. സനദിൻ ലാഹിറുഹു അൽ ഇത്തിസാൽ എന്നല്ല, ലാഹിർ മുത്തസിലായ സനദ് എന്നാണ്. അപ്പോൾ ഖഫിയായ ഇൻഖിതാ എന്താക്കൂല, പിന്നെ മുസ്നദിനെ തൊട്ട് പിന്നെ പുറപ്പെടുവിക്കില്ല, മുസ്നദാകുക എന്നതിനെ തൊട്ട് പുറപ്പെടുവിക്കില്ല. കാരണം ഇത്തിബാഖില്ല ഇമ്മത്തില്ലദീന ഖറജു അൽ മസാനീദ അലാ ദാലിക, ഈ ഖഫിയ ഇൻഖിതാഇന്റെ മേൽ മസാനീദുകളെ തഖ്രീജ് ചെയ്ത
പുറപ്പെടുവിച്ച അയിമ്മത്തിന്റെ ഇത്ബാഖ് അത് കാരണം കൊണ്ട് ഇതിനെ ആ മുസ്നദിൽ തൊട്ട് എന്താക്കൂല, പുറത്ത് പോക്കൂല എന്ന്. അപ്പോ ഖഫിയായ ഇൻഖിതാഉകളൊക്കെ എന്തിൽ പെടും? മുസ്നദിൽ പെടും. വഹാദ താരീഫു, ഈ താരീഫ്, ഈ മുസ്നദിന് ഇപ്പം താരീഫ് പറഞ്ഞ മർഫൂഉ സഹാബിയും ബി സനദിൻ ലാഹിറു വൽ ഇത്തിസാലു എന്നാ പറഞ്ഞത്. ആ താരീഫ് മുവാഫിഖുൻ ലി ഖൗലിൽ ഹാക്കിം, ഹാക്കിം റഹിമഹുള്ളയുടെ ഖൗലിനോട് യോജിച്ച താരീഫ് തന്നെയാണ്. എന്താ ഹാക്കിം എന്നവർ പറഞ്ഞ അൽ മുസ്നദു മാ റവാഹുൽ മുഹദ്ദിസു, ഒരു മുഹദ്ദിസ് എന്ത് ചെയ്തു, റിപ്പോർട്ട് ചെയ്ത ഒന്നാണ്. മുസ്നദ് എന്ന് പറഞ്ഞാൽ മാ റവാഹുൽ മുഹദ്ദിസു അൻ ഷെയ്ഖിൻ, ഒരു ഷെയ്ഖിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തു. എങ്ങനത്തെ ഷെയ്ഖ്? യൽഹറു സമാഅഹു മിൻഹു, ആ ഷെയ്ഖിൽ നിന്ന് ഇദ്ദേഹം കേട്ടു എന്നതിന് കേട്ടു എന്നത് ലാഹിറാകും. അപ്പോ ഷെയ്ഖിൽ നിന്ന് സമാ ഉണ്ട് എന്ന് ലാഹിറായ ഒരു ഷെയ്ഖിനെ തൊട്ട് എന്ത് ചെയ്തു, ഒരു മുഹദ്ദിസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിനാണ് മുസ്നദ് എന്ന് പറയുന്നത്. കഥ ഇപ്രകാരം തന്നെയാണ് ഷെയ്ഖുഹു അൻ ഷെയ്ഖിഹി, അദ്ദേഹത്തെ ആ മുഹദ്ദിസിന്റെ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ഷെയ്ഖിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുക. മുത്തസിലായിട്ട് ഇലാ സ്വഹാബിയിൻ, സഹാബിയിലേക്ക് മുത്തസിലായിട്ട്, എന്നിട്ട് ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസഹബിഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇങ്ങനെ മുത്തസിലായിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഹദീസാണ് മുസ്നദ് എന്ന് ഹാക്കിം എന്നവർ പറഞ്ഞ ആ വാക്കിനോട് എന്താണ്, മുവാഫിഖാണ് ഇപ്പോൾ ഈ പറഞ്ഞ താരീഫ്. മർഫൂഉ സഹാബിയും ബിസനദിൻ ലാഹിറു വൽ ഇത്തിസാലു എന്ന് പറഞ്ഞ താരീഫ്. അമ്മൽ ഖതീബു, അപ്പോ ഖതീബ് ബഗ്ദാദി എന്നവര് അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു അൽ മുസ്നദ് എന്ന് പറഞ്ഞാൽ അൽ മുത്തസിലു, മുത്തസിലായ സനദിനാണ് മുസ്നദ് എന്ന് പറയുന്നത്. അപ്പൊ മുത്തസില് എന്ന് നോക്കുമ്പോ അപ്പൊ അല ഹാദ, അപ്പൊ ഈ മുത്തസില് എന്നതിന്റെ മേലെ എടുക്കുമ്പോ അൽ മൗഖൂഫും എന്ത് ചെയ്യും, ഈ മുസ്നദിൽ പെടും. ഇദാ ജാഅ ബി സനദിൻ മുത്തസിലിൻ, മൗഖൂഫായ ഹദീസ് തന്നെ സഹാബിയിലേക്ക് അറ്റമാകുന്ന ആ സനദറ്റമാകുന്ന ഹദീസും മുത്തസിലായ സനദാണെങ്കിൽ ഇപ്പൊ അതിനെന്ത് ചെയ്യാം, മുസ്നദ് എന്ന് ഈ പറഞ്ഞതനുസരിച്ച് അപ്പം പറയാം, മൗഖൂഫിനും പറയാം. യുസമ്മ ഇൻദഹു മുസ്നദൻ. അപ്പൊ അല ഹാദ അൽ മൗഖൂഫ് ഇദാ ജാഅ ബി സനദിൻ മുസ്തസിലിൻ, മുത്തസിലായ സനദ് കൊണ്ട് ഈ മൗഖൂഫ് വന്നാൽ യുസമ്മ ഇൻദഹു, ഈ ഖതീബുൽ ബഗ്ദാദി എന്നവരുടെ അടുക്കൽ അതിന് പറയപ്പെടും മുസ്നദ് എന്ന് പറയപ്പെടും. ലാക്കിൻ ഖാല, പക്ഷേ ഈ ഖതീബ് എന്നവർ പറഞ്ഞു ഇന്നദാലിക, ഇങ്ങനെ ഇത് ഈ ഇസ്നാദ് മുസ്നദിനെ ഇങ്ങനെ മൗഖൂഫിന്റെ മേലിൽ സനദ് മുത്തസിലായ മൗഖൂഫിന്റെ മേൽ പറയുക എന്നുള്ളത് കദിയത്തി ബി കില്ലത്തിൻ, അത് അപൂർവമായിട്ടാണ് എന്താണ് അങ്ങനെ വരുന്നത്. വ്യാപകമായിട്ട് അങ്ങനെ പറയില്ല, അപൂർവമായിട്ട് അങ്ങനെ വരും. എന്നാൽ അബാദ ഇബ്നു അബ്ദുൽ ബർ, നേരത്തെ നമ്മൾ പറഞ്ഞ ഇബ്നു അബ്ദുൽ ബർ എന്നവർ, അദ്ദേഹം ബഈദായ ഒരു മസലക്കിലാണ് എന്ത് ചെയ്ത് പ്രവേശിച്ചത്. അത് അബഅദ ഇബ്നു അബ്ദുൽ ബർ എന്ന് പറഞ്ഞാൽ ഈ സലക്ക മസലക്കൻ ബഈദെന്ന ഏത് നിലയ്ക്ക്, ഹൈതു ഖാല, അദ്ദേഹം പറഞ്ഞു അൽ മുസ്നദ് എന്ന് പറഞ്ഞാല് അൽ മർഫൂ എന്നാ പറഞ്ഞ. പിന്നെ മർഫൂ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് വന്നതിനാണല്ലോ മർഫൂ എന്ന് പറയാം, പ്രത്യേകമായിട്ട് ഖാസായിട്ട് വന്നതിനെ മർഫൂ എന്ന് പറയാം. വലം യതഅറദ്, വെറും മർഫൂ എന്നാ മൂപ്പര് പറഞ്ഞ, അൽ മുസ്നദ് അൽ മർഫൂ എന്നാ. വലം യതഅറദ്, മൂപ്പര് തഅറദായിട്ടില്ല ഇസ്നാദി, ഇസ്നാദിലേക്ക് തഅറദായിട്ടില്ല. അത് മുത്തസിലാണോ ഇൻഖിതാഅാണോ അല്ലാത്തതാണെന്ന് എന്ത് ചെയ്തിട്ടില്ല, തഅറദാകാതെ വെറും അൽ മർഫൂ എന്നാണ് പറഞ്ഞത്. പിന്നെ അപ്പൊ ഇന്നഹു, ആ വാചകം അൽ മുസ്നദ് അൽ മർഫൂ എന്നുള്ള ഈ താരീഫ് യസ്തുഖു അലൽ മുർസലി വൽ മുഅദലി വൽ മുൻഖതി ഇദാ കാനൽ മത്നു മർഫൂഅൻ, മത്നു മർഫൂ ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനൊക്കെ എന്ത് ചെയ്യാം, അപ്പൊ മുസ്നദ് എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഇബ്നു അബ്ദുൽ ബർ എന്നവരവര് ബഈദായ മസലക്കിലാണ് അപ്പോൾ അവിടെ പ്രവേശിച്ചത്. വലാ ഖായില ബിഹി, എന്നാൽ അങ്ങനെ പറഞ്ഞവരാരും ഇല്ല. മുർസലും മുൻഖത്തിയും മുഅദലിയും ഒക്കെ മുസ്നദാണ് എന്ന് പറഞ്ഞവര് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇബ്നു അബ്ദുൽ ബർ എന്നവർ പ്രവേശിച്ച ആ മസലക്ക് ബഈദാണ്. ഇനി
അവിടെ കേട്ടെ ഫൈൻ ഖല്ലാദതുഹു വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി സയ്യിദിനാ മുഹമ്മദ്